ട്രംപിന്റെ വിശ്വസ്തരുമായി കൂടിക്കാഴ്ച. നിർണായക നീക്കങ്ങൾ നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിലെ കരുത്തരായ സ്കോട്ട് ബെസൻ, മാർക്കോ റൂബിയോ എന്നിവരുമായിട്ട് ജയശങ്കർ നടത്തിയ കൂടിക്കാഴ്ച ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ചൈനയുടെ ആധിപത്യത്തെ ചെറുക്കുന്നതിനും ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം ഉറപ്പാക്കുന്നതിനും ഭാരതത്തിന്റെ പങ്ക് നിർണായകമാണെന്ന് അമേരിക്കൻ പ്രതിനിധികൾ അടിവരയിട്ട് പറയുന്നുണ്ട്. മാർക്കോ റൂബിയോയെ പോലെയുള്ള നേതാക്കളുമായുള്ള ബന്ധം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിനും പ്രതിരോധ മേഖലയിലും ഇന്ത്യക്ക് കരുത്താകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൂടുതൽ കരുത്തേകുന്ന തരത്തിൽ അമേരിക്കൻ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് ഒഴുക്കാനുള്ള ചർച്ചകളും ഇതിന്റെ ഭാഗമായി നടന്നു. ആഗോള വിപണിയിൽ ഭാരതത്തെ ഒരു നിർമ്മാണ ഹബ്ബായി മാറ്റാനുള്ള ശ്രമങ്ങൾക്ക് ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ ജയശങ്കറിന് സാധിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായകമായ കരാറുകൾക്ക് ഈ സന്ദർശനം സാക്ഷ്യം വഹിക്കുമെന്നാണ് സൂചന. കൂടാതെ നിർണായക ധാതുക്കളുടെ പര്യവേക്ഷണം, ഖനനം, സംസ്കരണം എന്നിവയിൽ ഉഭയകക്ഷി സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തു. വ്യാപാരം, ഊർജം, ആണവശക്തി, പ്രതിരോധം, അപൂർവ ധാതുക്കൾ, സാങ്കേതിക വിദ്യ കൈമാറ്റം എന്നിവയുൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ കാര്യങ്ങൾ ചർച്ചയിൽ ഉൾപ്പെട്ടതായി ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിവിധ സംവിധാനങ്ങളെ സംബന്ധിച്ചുള്ള യോഗങ്ങൾ കഴിയുന്നത്ര വേഗം നടത്താൻ ഇരു നേതാക്കളും ധാരണയിലെത്തിയതായി വിദേശകാര്യമന്ത്രി എക്സ് പോസ്റ്റിൽ പറഞ്ഞു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലെത്തിയ ഇന്ത്യ-US വ്യാപാര കരാറിന് റൂബിയോയും ജയശങ്കറും സ്വാഗതം ചെയ്തതായി പ്രിൻസിപ്പൽ ഡെപ്യൂട്ടി വക്താവ് ടോമി പിഗോട്ട് പ്രസ്താവനയിൽ വ്യക്തമാക്കി. നമ്മുടെ ജനാധിപത്യ രാജ്യങ്ങൾ പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുന്നതിനും ഊർജ്ജ സുരക്ഷാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞുവെന്നും ടോമി ഗോട്ട് പറഞ്ഞു. ക്വാഡിലൂടെ ഉഭയകക്ഷി ബഹുകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതിൽ തങ്ങളുടെ പ്രതിബദ്ധത പ്രകടിപ്പിച്ച് സെക്രട്ടറി റൂബിയോയും മന്ത്രി ജയശങ്കറും തങ്ങളുടെ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചതായും ഉഭയകക്ഷി താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇൻഡോ പസഫിക് മേഖല നിർണായകമാണെന്ന കാര്യം ഇരു നേതാക്കളും സൂചിപ്പിച്ചതായും പിഗോട്ട് കൂട്ടിച്ചേർത്തു. പുതിയ സാമ്പത്തിക അവസരങ്ങൾ തുറക്കുന്നതിനും നമ്മുടെ പങ്കിട്ട സുരക്ഷാ ഊർജ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മുടെ ജനാധിപത്യ രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു നേതാക്കളും ഊന്നി പറഞ്ഞു. ക്വാഡ് വഴി ഉഭയകക്ഷി ബഹുമുഖ സഹകരണം വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടാണ് സെക്രട്ടറി റൂബിയോയും മന്ത്രി ജയശങ്കറും കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത്. നമ്മുടെ പങ്കിട്ട താൽപര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സമ്പന്നമായ ഒരു ഇൻഡോ പസഫിക് മേഖല ഇപ്പോഴും നിർണായകമാണെന്നും അവർ അംഗീകരിച്ചു. അതേസമയം ഇന്ത്യയിൽ നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ 18% താരിഫ് കുറച്ചതിൽ സന്തോഷമുണ്ട്. ഈ അത്ഭുതകരമായ പ്രഖ്യാപനത്തിന് ഇന്ത്യയിലെ 1.4 ബില്യൺ ജനങ്ങളുടെ പേരിൽ പ്രസിഡന്റ് ട്രംപിന് വളരെയധികം നന്ദിയെന്നും മോദി പറഞ്ഞു. രണ്ട് വലിയ സമ്പദ് വ്യവസ്ഥകളും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അത് നമ്മുടെ ജനങ്ങൾക്ക് ഗുണം ചെയ്യുകയും പരസ്പരം പ്രയോജനകരമായ സഹകരണത്തിനുള്ള ധാരാളം അവസരങ്ങൾ തുറക്കുകയും ചെയ്യുന്നു. ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും സമൃദ്ധിക്കും പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വം അത്യന്താപേക്ഷിതമാണ്. സമാധാനത്തിനായുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങളെ ഇന്ത്യ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു. നമ്മുടെ പങ്കാളിത്തത്തെ അഭൂതപൂർവമായ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് മോദി വ്യക്തമാക്കിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.